എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിടാ. കണ്ണൻ അച്ചറൊന്നിട്ടില്ലേ ഏട്ടാ, ഞങ്ങളെ നൈറ്റിൽ കിടന്ന് ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയമാണ്. എല്ലാവരും ഉറങ്ങേണ്ടതായ ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്നുണ്ടാവുക അല്ലേ? നല്ല കൂതറകളായിട്ടിരിക്കുകയാണ് മൂന്നെണ്ണം. ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടും എല്ലാവരുടെയും മുഖത്തും ഒരു ക്ഷീണമൊക്കെ ആയിരിക്കും. എൻ്റെ മുഖത്തും ചെറിയ ക്ഷീണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കണ്ണിൻ്റെ ചെറിയൊരു പ്രശ്നം ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം കണ്ണമ്മ ക്ഷീണം തോന്നിയാൽ തന്നെ നമുക്കത് മൊത്തത്തിലൊരു ക്ഷീണമായിട്ട് ബാധിക്കും അല്ലേ? അപ്പോൾ കുറേ ദിവസങ്ങളായാലും നമ്മൾ കണ്ടിട്ട് അയ്യോ, കുറേ പേരിങ്ങനെ ഭയങ്കര പരിഭവവും പരാതിയൊക്കെ ആയിട്ടാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. സ്വാതി എത്ര ദിവസമായി മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ട്, കുറച്ച് സമയമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എങ്കിലും എടുത്തിട്ട്, ഞാൻ വേണമെങ്കിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ വേണമെങ്കിൽ കാണിക്കാം കേട്ടോ, ഒരു വീഡിയോ എങ്കിലും ഇടുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവവും വിഷമങ്ങളും പരാതികളും ഒക്കെ ആയിട്ടാണ് നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നത്. എല്ലാവരോടും, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചയിൽ മേലേക്ക് ആയിട്ട് 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, വീഡിയോസ് മര്യാദയ്ക്ക് ഇട്ടിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊണ്ടാട്ടം ഫാമിലിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കണ്ണൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ കണ്ണനെ അറിയാം, കുഞ്ഞു കണ്ണനല്ല വലിയ കണ്ണൻ്റെ വലിയ കണ്ണൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ കുറേ യൂട്യൂബേഴ്സും പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും ഇപ്പോൾ കാണാറില്ലല്ലോ, നിങ്ങൾ എന്ത് വീഡിയോസ് ഇടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവവും പരാതികളൊക്കെ ഒരുപാട് പേരുടെ നിന്ന് കേട്ടു. പിന്നെ അതല്ല, നമ്മളങ്ങനെ ഓരോ അങ്ങനെ ഫംഗ്ഷനുകൾക്ക് പോകുമ്പോഴാണ് എത്ര പേർക്കാണ് നമ്മളോട് ഇത്രയും അധികം സ്നേഹം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പലരും അവിടെ വന്നവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കല്യാണം കൂടിയതിനേക്കാളും സന്തോഷമായത് കണ്ണനെ കണ്ടല്ലോ, സ്വാതിയെ കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ ആലോചിക്കുകയാണ് എത്ര അധികം ആളുകളാണ് നമ്മളെ സ്നേഹിക്കാനായിട്ടല്ലേ. ചില സമയത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഞാൻ ചില കമൻസ്, കുറവാണ് നെഗറ്റീവ്സ് വരുന്നത്, എന്നാലും ചില കമൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ കൊച്ചിനെ വെച്ച് പൈസയാക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. കുട്ടീനെ ഞാനിപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ട് കൂടി വന്ന 2 വർഷമായിട്ടുള്ളൂ, അതിന് മുന്നേ നമ്മൾ ജീവിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് ഒക്കെ കേൾക്കുമ്പോഴേ എനിക്ക് വിഷമം തോന്നാറുണ്ട്, നല്ല രീതിയിൽ വിഷമം തോന്നാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ എനിക്ക് വിഷമമാണെങ്കിലും എന്തെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിന് റിപ്ലൈ ചെയ്യാറില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റിമൂവ് ചെയ്ത് കളയും. നമ്മളെന്തിനാ റിപ്ലൈ ചെയ്തിട്ടും അത് ആ കമൻറ്റ് അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളെന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നത്? അതൊക്കെ കമൻറ്റ്സ് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നാറുണ്ട്. ഞാനപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്ത് കളയും. പക്ഷേ അതൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ 2 ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതിൽ 1, 2, 3 പേരൊക്കെയാണ് വന്നിട്ട് ഇത് പറയുന്നത്. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മളോട് ഇഷ്ടം മാത്രമാണുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, 1, 2 അവരെന്ന് പറയുന്നത് ഞാൻ എന്താ പറയാ, അവരുടെ മനസ്സിന്റെ വലിപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ, ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നവര്. ചിലരൊക്കെ ഇപ്പോൾ ചില ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ എടുത്തിട്ടു നല്ല ഡ്രസ്സിലൊക്കെ ഒന്ന് വന്നു ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആളുകൾ പറയും, വയ്യാത്ത കൊച്ചുള്ളത് വന്നിട്ടും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എന്നൊക്കെയുള്ള എഴുത്. വയ്യാത്ത കൊച്ചെന്ന് പറയുമ്പോഴേ അവന് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെയൊക്കെ നോർമൽ കുട്ടികളുടെ പോലെ തന്നെ നമ്മൾ ഇവനെ കാണണ്ടേ? നമ്മൾ നോർമൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ ഒരുങ്ങി നടക്കില്ലേ, നമ്മൾ ചിരിക്കില്ലേ, നമ്മൾ സന്തോഷിക്കില്ലേ? അപ്പോൾ ഓമന് വയ്യ എന്നൊരു കാരണം കൊണ്ട് എനിക്ക് ചിരിക്കാനോ എനിക്ക് സന്തോഷിക്കാനോ ഒന്നും പാടില്ല എന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂടുതലാണ് ചിരിക്കേണ്ടത്, സാധാരണ അമ്മമാരെക്കാളും കൂടുതലാണ് നമ്മൾ ചിരിക്കേണ്ടത്. കാരണം സാധാരണ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ സന്തോഷങ്ങളിലേക്ക് അവർ കടക്കും. പക്ഷെ ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് സന്തോഷം കൊടുക്കേണ്ടത് ഏറ്റവും അധികം അമ്മയുടെ കടമയാണ് അല്ലേ? അച്ഛന്മാരെക്കാളൊക്കെ കൂടുതൽ അമ്മമാരുടെ കടമയാണ് ഇങ്ങനെയുള്ള കുഞ്ഞു മക്കൾക്ക് നമ്മൾ സന്തോഷം കൊടുക്കുക എന്നുള്ളത് അമ്മമാരുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അപ്പം നമ്മളാണ് കൂടുതൽ ചിരിക്കേണ്ടത്. നമ്മൾ ചിരിക്കുന്നതിനനുസരിച്ച് ഇവന്റെ മുഖത്ത് ചിരി വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചിരി വരുള്ളൂ, ഇവരുടെ ഉള്ളിൽ സന്തോഷം വരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള കമൻസ് ഒക്കെ കാണുമ്പോഴേ എനിക്ക് എന്താ പറയാ, അതെന്താ അവരങ്ങനെ ചിന്തിക്കുന്നേ? ഒരു കുട്ടി വയ്യാത്തൊരു കുഞ്ഞ് നമ്മളുടെ വീട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മകളാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് സന്തോഷിക്കാൻ പാടില്ല, നമ്മൾ ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ
ഒരുങ്ങി നടക്കാൻ പാടില്ല, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പബ്ലിക്കായിട്ട് കുഞ്ഞിനെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഇപ്പോ ഇന്നലെ നമ്മ അങ്ങനെ ഇന്നലെയല്ലേ, അതെ ഇന്നലെയാണ് കേട്ടോ, കല്യാണത്തിനൊക്കെ പോയപ്പോഴേ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. അതിനേക്കാളും അധികം എനിക്ക് എന്നോട് പുച്ഛവും തോന്നി കേട്ടോ. എനിക്ക് എൻ്റെ അടുത്ത് നല്ലൊരു പുച്ഛം തോന്നി. കാരണം ഇത്രയും അധികം ആളുകൾ നമ്മളെ സ്നേഹിക്കാനുണ്ടായിട്ട് ഞാനിപ്പോൾ മെയിനായിട്ടും വീഡിയോ കുറച്ച് ദിവസം ഇല്ലാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് കണ്ണിന് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കണ്ണേ ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല, റൈറ്റ് സൈഡ് ഇത്തിരി പ്രശ്നമാണ്. അത് എനിക്കിങ്ങനെ കുറച്ച് നാളുകൾക്ക് മുൻപ് ചെറിയ വയ്യായകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് നല്ല രീതിയിൽ എൻ്റെ കണ്ണുകളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പവർ അന്നൊരു വിധം എൻ്റെ ഉള്ള പവറിനേക്കാളും കൂടി നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പം അതിനേക്കാളും ഒരുപാട് കൂടി. ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല, റൈറ്റ് സൈഡാണ് പ്രശ്നം. അപ്പോൾ പവർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെതായ, അപ്പോൾ നമ്മളുടെ പവറിനുള്ള ഗ്ലാസ് അല്ലല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ പവർ ചേഞ്ച് ചെയ്തപ്പോഴേ നമ്മുടെ പവറിനല്ലാത്ത ഗ്ലാസ്, പഴയ ഗ്ലാസ് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര തലവേദന, കണ്ണിന് ഭയങ്കര പ്രശ്നം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക്. ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് വരെ കളഞ്ഞ് നിൽക്കായിരുന്നു. ഒരു 1-2 ആഴ്ചയായിട്ട് പേഴ്സണൽ ഞാൻ യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ ഇങ്ങനെ കയറുന്ന പരിപാടി ഉണ്ട്. അതിപ്പോൾ എനിക്കിന്ന് മാത്രമല്ല, എല്ലാവർക്കും ഇടയ്ക്ക് ഒന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത് പോലെ വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കണം, വല്ലതും വന്നോ, വല്ല മെസ്സേജ് ഉണ്ടോ എന്നറിയാനായിട്ട് ഒന്ന് തുറന്ന് നോക്കല്ലേ നമ്മൾ. അപ്പോൾ അതുപോലെ ഒരു ശീലം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്കെ ഒന്ന് മാറി. നമ്മൾ ഇൻസ്റ്റയിൽ എന്നാലും സജീവമായിട്ട് നിൽക്കാറുണ്ട്. നിങ്ങൾ മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇൻസ്റ്റയിൽ നമ്മൾ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻസ്റ്റയില് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് അധികം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസ് ഇങ്ങനെ മുടങ്ങാണ്ടൊക്കെ തന്നെ ഇടും, നമ്മൾ വീഡിയോസ് ഇടും. കണ്ണൻ എന്നെ ചീത്ത പറയുന്നില്ല എന്നേ ഉള്ളൂ. തെറിയാണോ വിളിക്കുന്നേ? കണ്ണൻ തന്നെ ചീത്ത പറയുന്നില്ല എന്നുള്ളൂ. ഈ അമ്മൻ്റെ പക്ഷെ വീഡിയോസ് എല്ലാം ഒരു വീഡിയോ പോലും മിസ്സാവാണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. ഒരു പക്ഷെ വിഷുവിൻ്റെ ഓണത്തിനാവുന്നു മാത്രം അങ്ങനെ അല്ലേണ്ട വിഷുവിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഓണത്തിനാവും നിങ്ങളത് കാണാമെന്ന് മാത്രം അല്ല, എത്രയും വേഗം തന്നെ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനിരിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടും പിന്നെ സത്യം പറഞ്ഞ വീട്ടിലുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങളൊന്നും. എന്നും ഓരോരോ കാര്യങ്ങളായിട്ട്, വെക്കേഷനൊക്കെ അല്ലേ, എന്നും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണൻ്റെ പിറന്നാൾ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൂടൽമാണിക്ക് ഉത്സവം, പിന്നെ ഈ കണ്ണിൻ്റെ ആവശ്യത്തിനായിട്ട് 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒരു ദിവസം നമ്മൾ എങ്ങടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങി പിന്നെ പോകലും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും പിന്നെ വയ്യ. ഒന്നാമത് ഈ ചൂടിൻ്റെ പ്രശ്നം കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും രാത്രി ഒന്ന് കയറി കിടന്ന് ഉറങ്ങിയാൽ മതി അങ്ങനത്തെ. പക്ഷെ പിറ്റേ ദിവസവും എങ്ങടെയെങ്കിലും പോകാനുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴേ എനിക്ക് ഒട്ടും സമയവും ഉണ്ടായിരുന്നില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ വരെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കാം. എല്ലാ കാര്യങ്ങളും എൻ്റെ പെൻഡിങ്ങിലാണ്. പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യം അത് ഞാനൊക്കെ ഫിനിഷ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ കാണിക്കാം എന്നൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ ഒന്നും മിസ് ചെയ്യില്ല, ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സാവില്ല. എല്ലാം ഞാൻ വീഡിയോസുകളായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സ്കൂളൊന്നും അങ്ങോട്ട് തുറന്നോട്ടെ, പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. നമുക്ക് വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇടാം. ഇപ്പം കല്യാണം കൂടി ഉള്ളത് കാരണം എനിക്ക് എല്ലാത്തിനും ഒരു പറ്റുന്നില്ല. രണ്ടാളെയും കൂടെ മാനേജ് ചെയ്യാനും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് എത്തുന്നില്ല. കല്യാണിന് നല്ല രീതിയിൽ നോക്കണം. നല്ല കുഞ്ഞു കുടുംബത്തെയാണ്, നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലേ. കാരണം നല്ല കുഞ്ഞു കുടുംബത്തെയാണ്. പിന്നെ എൻ്റെ മോനുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കണ്ണൻ കുറേ നേരമൊക്കെ നോക്കും അനിയത്തിനെ അല്ലേ. അനിയത്തിനെ കുറേ നേരമൊക്കെ നോക്കില്ലേ കണ്ണൻ നോക്കുവേ. ചേട്ടന്മാരല്ലേ നോക്കണ്ടേ, വെക്കേഷനൊക്കെ ചേട്ടന്മാരെ കടമയല്ലേ നോക്കേണ്ടത്. അയ്യോ എൻ്റെ കണ്ണിന് നാണക്കേടാവുന്നുണ്ടോ ചച്ചറിടാണ്ട്. ഞാൻ എന്തായാലും ചൂടൊക്കെ അല്ലേ, അപ്പൊ പാമ്പർ മാത്രമേ നൈറ്റിൽ യൂസ് ചെയ്യാറുള്ളൂ. അതിന്റെ മുകളിൽ കൂടെ ഇനി ട്രൗസറും, എന്തായാലും ട്രൗസർ ടൈപ്പാണ് നമ്മൾ, പാൻസ് ടൈപ്പാണ് നമ്മൾ ഇടുന്ന പാമ്പർ. അപ്പൊ പിന്നെ അത് മാത്രം മതി. ഇനിയിപ്പോ അത് ഇറിറ്റേഷൻ ആവണ്ടെന്ന് കരുതിയിട്ട് പകലൊക്കെ ആയിട്ട് കൊടുക്കും ട്രൗസർ. നൈറ്റിലൊക്കെ ഞാൻ ആ പാമ്പർ മാത്രമൊക്കെ ഇടാറുള്ളൂ. അവൻ അത്രയും സുഖത്തിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. അണ്ണാ കല്യാണിനെ നോക്കുവോ? വാവച്ചിയേ അതൊക്കെ ഉണ്ട് അവിടെ. അവരോട് പറഞ്ഞേ, കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ബലം പിടിക്കില്ല കുഞ്ഞാ. അമ്മ ഒരു കാര്യം പറയട്ടെ, വീഡിയോയില് നമ്മുടെ ഇൻസ്റ്റയിൽ 1-2 വീഡിയോയിലല്ലേ ഇങ്ങോട്ട് നോക്കടോ. വർത്താനം പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ. മുഖത്തേക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കിയേ.
കണ്ണമ്മയുടെ മുഖത്തേക്ക് നോക്കിയേ, അമ്മന്റെ മുഖത്തേക്ക് നോക്കിയേ. കണ്ണന്റെ അമ്മ എവിടെയാ? കണ്ണന്റെ അമ്മ എവിടെയാ? അമ്മയുടെ നോക്കിയിരിക്കടോ, കുറച്ചു നേരം ഒരു കാര്യം പറയാനാന്ന്. കണ്ണന്റെ അമ്മയല്ല, കണ്ണ മുഖത്ത് നോക്കണില്ലേ, കണ്ണന്റെ അമ്മയല്ല. ഒന്ന് മുഖത്ത് നോക്കിയേ കണ്ണന്റെ അമ്മയുടെ. സ്വാതിയേ, കണ്ണുറക്കം വന്നു തുടങ്ങി. സ്വാതിയേ, സ്വാതിയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണന് റീലിടുന്നത് ഇഷ്ടാണോ? വീഡിയോ എടുക്കണോ? ഞങ്ങളിവിടെ വേറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങളോട് പറയില്ല അല്ലേ? എന്നാ പറയണ്ട, ഞങ്ങളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണ് ഞങ്ങളുടെ നോട്ടം. അത് ഞങ്ങൾ പറയില്ല. അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസ് എടുക്കുക, റീൽസ് എടുക്കുക എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അവൻ്റെ മനസ്സിൽ ഇപ്പോൾ അമ്മ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും, അമ്മ എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. പക്ഷേ നമ്മളിങ്ങനെ എല്ലായിടയ്ക്കും പോയ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഞാൻ സംസാരിക്കാനൊന്നും വരാറില്ലല്ലേ. കുറേ ദിവസമായിട്ടുണ്ട്. ഇതിൽ മുന്നൊക്കെ എടുത്ത് വെച്ച് വീഡിയോസുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്തിട്ടേ നാളെ മുതലൊക്കെ വീഡിയോസുകളൊക്കെ ഇട്ട് തുടങ്ങാം അല്ലേ കണ്ണാ? എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസുകളൊക്കെ ഇട്ട് തുടങ്ങാം അല്ലേ? വേറെന്ത് വിശേഷം പറയാനുള്ളത്? എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, മറന്നുപോയി. ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടി തിരക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെയുണ്ട്. 1-2 സ്ഥലങ്ങളിലും കൂടെയൊക്കെ പോകാനും ഒക്കെ ഉണ്ട്. വെക്കേഷൻ അല്ലേ, അപ്പം അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ച് 1-2 സ്ഥലങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആണ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ അവിടെ ചിലൂർ ഭരണി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ പോകണം. ഭരണി കാണാൻ പോവോ? അവിടെ ജില്ലം പെപ്പര ഉണ്ടാവും. ജില്ലം പെപ്പര പെപ്പര. അയ്യോ, ഞാൻ തട്ടിടാൻ നോക്കണ്. കണ്ണാ അഞ്ച് നമുക്ക് ടാറ്റ പറഞ്ഞ് വേഗം പോകാം. ഞങ്ങൾ ഉറങ്ങാൻ പോവാം. ഞങ്ങൾക്ക് നാളെ രാവിലെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാ. ടാറ്റ പറ. ഞാൻ കടഞ്ഞോടി ഇരുത്താൻ വേണമെങ്കിൽ തന്നെ ടാറ്റ പറയട്ടെ. കുഞ്ഞിക്കാലൊക്കെ മടച്ച് വെച്ചിരിക്കട വാവേ. കണ്ണ നമ്മളെ പ്രജിമാമൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. കണ്ണനും പ്രജിമാമനും കൂടെ ഇവിടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ആണോ? എവിടെ ഇരുന്നിട്ട് ഡാൻസ് കളിച്ചേ? അവിടെ നിന്നിട്ടാണ്. പിന്നെ എവിടെ കണ്ണനെ കൊണ്ട് കെടുത്തിയേ? പ്രജിമാമനെ എവിടെ കൊണ്ട് കെടുത്തിയേ കുട്ടീനെ? എവിടെ കൊണ്ട് കെടുത്തിയേ? ഇവിടെയാണെന്ന്. ഇവിടെ കൊണ്ട് കെടുത്തിയാ? എന്നിട്ട് കണ്ണന്റെ കൂടെ കിടന്നില്ല. ഷോ, കണ്ണനെ തന്നെ കൊണ്ട് കെടുത്തി. ഒന്ന് പറയ്, ഒരു ടാറ്റ കൊടുക്കാൻ ഒന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല തന്നെ പറയും. അവിടെ കൈ വെക്ക് തന്നെ പറയും. ഞാൻ ടാറ്റ കൊടുത്തേ. മോൻ പിടിക്കണ്ട, ചേട്ടൻ തന്നെ. അതെ. പിന്നെ ദേ കൊണ്ടുവരണ്ട. ഇങ്ങനെ അതെ, അങ്ങനെ ആക്കട്ടെ, ആട്ടട്ടെ. ടാറ്റ എന്ന് പറഞ്ഞു. പഠിപ്പിച്ചു കൊടുക്ക്. ടാറ്റ അങ്ങനെയല്ല, കൈ പൊക്കാൻ പഠിപ്പിച്ചോ. അതെ പൊക്കണേ. അല്ല പിന്നെ ഇന്നാളെ അമ്മന്ന് വിളിച്ചു പറഞ്ഞില്ലേ? എപ്പോഴങ്ങണ്ട്? അതുപോലെ ഒരു ദിവസം കല്ലു വിളിച്ചാ. പിന്നെ ഒരു ദിവസം അച്ഛനെ വിളിച്ചില്ലേ? അച്ഛൻ ഇഷ്ടം തോന്നുന്നു. അച്ഛൻ കേക്കണ്ട, അച്ഛൻ ഇഷ്ടമില്ലാതെ തോന്നുന്നു. പിന്നെ ആര് വിളിച്ചേ? പിന്നെ ജാനി വിളിച്ചു. ജാനിന്റെ ഒരു നോട്ടുണ്ട്, അതാ മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണേ. മുറപ്പെണ്ണാണോ? പതുക്കെ ചേട്ടന് വരാം. ടാറ്റ വേണ്ട, നമുക്ക് അവസാനിപ്പിക്കാം. വേണ്ട. അയ്യോ സൂത്രം കാണിച്ചാൽ എന്റെ മോന്റെ കാല്. അയ്യോ വേണ്ട ചേച്ചി, നിർത്തിക്കോ. ചേട്ടന് ടാറ്റ പറഞ്ഞ നമുക്ക് നിർത്താം. ഉറങ്ങണ്ട, പറയണ്ട. കൈ പൊക്കി കൈ കൊണ്ട് പൊക്കി കൊടുക്കും. എന്റെ മോന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. പൊക്ക്. ടാറ്റ. ബെഡ്ഷീറ്റ് മടക്കാനല്ല പറഞ്ഞു. ബെഡ്ഷീറ്റ് മടക്കാനല്ലടാ പറഞ്ഞത് എന്നോട്. അവിടെ കൈ പൊക്കി ടാറ്റ കൊടുക്കടാ. കല്ല് ചേട്ടൻ തന്നെ ചെയ്യട്ടെ, നമ്മുടെ മോനല്ലേ. കൈ പൊക്കിയേ മാവ, കൈ പൊക്കിയേ.
ഒരു മിനിറ്റ് ഇടാ ടാറ്റോത്തെ ടാറ്റോത്തെ വാവേ ആ ടാറ്റോത്തെ നേരത്തെ ടാറ്റ തന്നതാട്ടാ ഇനി പിന്നെയും ചെയ്യാൻ പറയുന്നത് മര്യാദയല്ല എന്നാലും കൈപോക്ക് ടാറ്റോ ടാറ്റ 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 അതന്നെ കുഞ്ഞിക്കൈ പൊക്കി ഒന്നും കൂടെ പൊക്കണാ വാവേ അമ്മ പിടിച്ചില്ലേട്ടാ പിടിച്ചില്ല എന്ന് പറഞ്ഞപ്പോ വീഴാൻ പോണ് പിടിച്ചില്ലേട്ടാ അമ്മ പിടിച്ചില്ലേട്ടാ പിടിക്കാണ്ടൊക്കെ ഇരിക്കണം ചേച്ചിയാ അനിയത്ത് പിടിക്കില്ല ചേട്ടാ എന്റെ മോൻ വീണാലോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ. ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങളുടെ കാണാം. ടാറ്റ.